നൊയമ്പുകാലം 4-ാം വാരം ബുധൻ. തിരുവചനം: പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാം തിരുവചനം. പുത്രൻ വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഓരോ കൂദാശയും ജീവൻ നൽകുന്ന കൂദാശയാണെങ്കിലും പരിശുദ്ധ കുർബാന എന്ന കൂദാശ നാം സ്വീകരിക്കുമ്പോൾ ജീവൻ്റെ ഉടയവനായ ക്രിസ്തുവിനെ തന്നെയാണ് നാം സ്വീകരിക്കുന്നത്. യേശുവിൻ്റെ വാക്കുകളിൽ ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പരിശുദ്ധ കുർബാന ഞാൻ സ്വീകരിക്കുമ്പോൾ ജീവൻ നൽകുന്ന യേശു എന്നിൽ വസിക്കുന്നു എന്ന ബോധ്യം ശക്തിപ്പെട്ടപ്പോൾ ചില വിശുദ്ധർ പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് വർഷങ്ങളോളം ജീവിച്ചു. സിയന്നായിലെ വിശുദ്ധ കത്രീന തൻ്റെ ജീവിതത്തിലെ അവസാന 7 വർഷവും, ബ്രദർ ക്ലാവുസ് എന്നറിയപ്പെടുന്ന വിശുദ്ധ നിക്ലോസ് ഫ്ലൂ ജീവിതത്തിലെ അവസാന 19 വർഷവും, ബ്ലസഡ് അലക്സാണ്ടർ ഡിക്കോസ്റ്റ തൻ്റെ ജീവിതത്തിലെ 13 വർഷവും പരിശുദ്ധ കുർബാന മാത്രമാണ് ആഹാരമായി സ്വീകരിച്ചത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം സ്വീകരിച്ചുകൊണ്ട് മുന്തിരിച്ചെടിയുടെ ഫലം പുറപ്പെടുവിക്കുന്ന ശാഖകളായി നമുക്ക് മാറാം.